കെ ശശീന്ദ്രൻ, തോമസ് കെ തോമസ് രണ്ടുപേരും NCPയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് MLAമാർ. മന്ത്രിസഭാ രൂപീകരണത്തിൽ NCPക്ക് കൃത്യമായ പ്രാതിനിധ്യം വേണമെന്ന ആവശ്യത്തിന് പുറത്ത് കെ ശശീന്ദ്രനെ രണ്ടാം പിണറായി മന്ത്രിസഭയിലെ മന്ത്രിയായി കൊണ്ടുവരുന്നു. എന്നാൽ NCPക്കുള്ളിൽ ഒരു തീരുമാനമെടുക്കുന്നു, കെ ശശീന്ദ്രൻ 2.5 വർഷവും തോമസ് കെ തോമസ് 2.5 വർഷവും എന്ന്. വനംവകുപ്പ് മന്ത്രിയായിരുന്ന കെ ശശീന്ദ്രൻ തൻ്റെ കാലാവധി കഴിഞ്ഞും പിന്നെയും തുടരണമെന്ന ആഗ്രഹം പ്രകടിപ്പിക്കുന്നു. എന്നാൽ NCPയുടെ മുതിർന്ന നേതാവായ ശരത് പവാർ അതിനെ അനുകൂലിക്കുന്നില്ല. പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങൾ നടക്കണം. കെ ശശീന്ദ്രന് പകരം തോമസ് കെ തോമസ് മന്ത്രിയാകണമെന്ന ആവശ്യം മുൻപോട്ട് വയ്ക്കുന്നു. അത് മുഖ്യമന്ത്രി അറിയിക്കുകയും ചെയ്യുന്നു. PC ചാക്കോ വഴിയാണ് അത് മുഖ്യമന്ത്രി അറിയിച്ചത്. എന്നാൽ PC ചാക്കോ NCPക്കുള്ളിൽ ഏകാധിപത്യപരമായ നിലപാടുകളാണ് സ്വീകരിക്കുന്നത്. തന്നെ തുടർന്ന് മന്ത്രിയാക്കിയില്ല എങ്കിൽ താൻ ഈ സ്ഥാനം രാജിവെക്കുമെന്നതടക്കമുള്ള ഭീഷണികൾ കെ ശശീന്ദ്രൻ മുൻപോട്ട് വയ്ക്കുന്നു. തോമസ് കെ തോമസ് അങ്ങനെ വലിയ കോലാഹലങ്ങളൊന്നും തന്നെ ഉയർത്തിയില്ല. പാർട്ടി പറയുന്നത് എന്തും അനുസരിക്കാമെന്ന നിലപാടിലേക്ക് എത്തുന്നു. NCPയുടെ നേതാവായ ശരത് പവാർ PC ചാക്കോയിലൂടെ മുഖ്യമന്ത്രി അറിയിച്ചത് കെ ശശീന്ദ്രൻ മാറണമെന്നാണ് എങ്കിൽ പാർട്ടിയുടെ ആ തീരുമാനം അനുസരിക്കുവാനുള്ള പൂർണ്ണ ഉത്തരവാദിത്തം കെ ശശീന്ദ്രനുണ്ട്. എന്നാൽ മുഖ്യമന്ത്രിയുടെ ഇഷ്ടക്കാരനാണ് കെ ശശീന്ദ്രൻ എന്നൊരു വാദം NCPക്കുള്ളിലും അല്ലാതെയും കാര്യമായി തന്നെ ഉയർന്നിരുന്നു. അതുകൊണ്ട് NCPക്കുള്ളിലെ ഈ മന്ത്രിമാറ്റത്തിൽ ആദ്യഘട്ടത്തിലൊന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചില്ല. അത് മാത്രമല്ല, NCP ഒരു സ്വതന്ത്ര സംഘടനയാണെന്നും അതിനുള്ളിൽ ആര് മാറണം ആര് കയറണം എന്നൊക്കെ തീരുമാനിക്കുന്നത് NCPയുടെ നേതാവായ ശരത് പവാർ ആണ് എന്നതായിരുന്നു വാദം. എന്നാൽ ഈ ചർച്ച കൊടുമ്പിരി കൊള്ളുന്ന സമയത്ത് തന്നെ കെ ശശീന്ദ്രൻ ഒരു സമാന്തര സംവിധാനം പോലെ ജില്ലയിൽ തനിക്കൊപ്പം നിൽക്കുന്ന നേതാക്കന്മാരെയൊക്കെ വിളിച്ചുകൂട്ടി ഇതിനെതിരെ ശക്തമായ രീതിയിൽ പ്രതികരിച്ചു. അപ്പോഴും തോമസ് കെ തോമസ് ഒന്നും തന്നെ മിണ്ടിയില്ല. പിന്നീട് വിഷയം മുഖ്യമന്ത്രി ഗൗരവത്തിലെടുക്കുന്നു. മുഖ്യമന്ത്രി 3 ദിവസത്തിന് ശേഷം വിവരം അറിയിക്കാമെന്നൊരു മറുപടിയാണ് പറയുന്നത്. അപ്പോഴും തോമസ് കെ തോമസ് പറയുന്നത് NCPയുടെ കാര്യം തീരുമാനിക്കേണ്ടത് ഏതെങ്കിലും ഒരു പിണറായി വിജയനോ CPMന്റെ നേതാവോ അല്ല, NCPയുടെ ദേശീയ കേരള നേതൃത്വങ്ങളാണ് ഈ കാര്യം തീരുമാനിക്കേണ്ടത് എന്ന് തോമസ് കെ തോമസ് വീണ്ടും അടിവരയിട്ട് പറഞ്ഞു. അപ്പോഴും 3 ദിവസം കഴിഞ്ഞിട്ട് തീരുമാനമെടുക്കാമെന്ന് പറഞ്ഞ തോമസ് 3 ദിവസം കഴിഞ്ഞ് തീരുമാനമെടുക്കാമെന്ന മുഖ്യമന്ത്രിയുടെ അഭിപ്രായത്തോട് തോമസ് കെ തോമസ് പറഞ്ഞത് 3 ദിവസം മാത്രമാണ് തങ്ങൾക്കുള്ള കാലാവധി. 3 ദിവസം കഴിയുമ്പോൾ കൃത്യമായൊരു മറുപടി പറയണം. തോമസ് കെ തോമസ് മന്ത്രിസ്ഥാനം അലങ്കരിക്കണമെന്ന പാർട്ടിയുടെ തീരുമാനത്തെയാണോ, ഇനി അതല്ല ഇഷ്ടക്കാരനായ കെ ശശീന്ദ്രനെ ഒപ്പം നിർത്തുവാനാണോ പിണറായി വിജയന് താല്പര്യമേറെ എന്ന ചോദ്യമാണ് അവിടെ ഒളിഞ്ഞു കിടക്കുന്നത്. കുട്ടനാട് MLA ആയ തോമസ് കെ തോമസ് പാർട്ടി പറയുന്നത് പൂർണ്ണമായും അനുസരിക്കുവാൻ ബാധ്യസ്ഥനാണ് എന്ന വാദം മുൻപോട്ട് വയ്ക്കുമ്പോൾ കെ ശശീന്ദ്രൻ്റെ വാദങ്ങൾ മറ്റെന്തൊക്കെയോ ആണ്. ഒന്നിനും ഒരു വ്യക്തതയില്ല. 2.5 വർഷം എന്ന കാലാവധി അങ്ങനെ കൃത്യമായി പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് കെ ശശീന്ദ്രൻ വ്യക്തമായി പറയുന്ന ഒരു കാര്യം. എന്നാൽ PC ചാക്കോ അടക്കമുള്ള സംസ്ഥാന ദേശീയ നേതൃത്വങ്ങൾ പറയുന്നത് അത്തരത്തിൽ 2.5 വർഷം കഴിയുമ്പോൾ മന്ത്രിസ്ഥാനത്തിൽ വ്യത്യാസം വരുത്തണം എന്നുള്ളതായിരുന്നു നിബന്ധന എന്നാണ്. എന്തായാലും ശരത് പവാർ നൽകിയ കത്തിൽ കൃത്യമായ മറുപടി പറയേണ്ടതായിട്ടുണ്ട്. 3 ദിവസത്തിനുള്ളിൽ തീരുമാനം അറിയിക്കണം. മുഖ്യമന്ത്രി പിണറായി വിജയന് കെ ശശീന്ദ്രനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റി തോമസ് കെ തോമസിനെ ആ പദവിയിലേക്ക് കൊണ്ടുവരുവാൻ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പിന്നീടുള്ള കാര്യങ്ങൾ താൻ തീരുമാനിക്കുമെന്ന് തോമസ് കെ തോമസ് അടിവരയിട്ട് പറയുന്നു. അതായത് തനിക്ക് ലഭിക്കേണ്ട മന്ത്രിസ്ഥാനം മുഖ്യമന്ത്രി പിണറായി വിജയനും കെ ശശീന്ദ്രനും തനിക്ക് നൽകിയില്ല എങ്കിൽ, അതിൽ NCP കൃത്യമായ നിലപാട് സ്വീകരിച്ചില്ല എങ്കിൽ പിന്നീട് താൻ എടുക്കുവാൻ പോകുന്ന രാഷ്ട്രീയ ചുവട് അത് CPMനെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും NCPയിൽ കെ ശശീന്ദ്രനോടൊപ്പം നിൽക്കുന്ന നേതാക്കന്മാരെയും പൊള്ളിക്കുന്നത് തന്നെയായിരിക്കും എന്നാണ് ആ പറഞ്ഞതിൻ്റെ മറ്റൊരു ധ്വനി. തന്നെ മന്ത്രിസ്ഥാനത്തിലേക്ക് കൊണ്ടുവരുന്നതിൽ എന്താണ് ഒരു അയോഗ്യതയായി ചൂണ്ടിക്കാട്ടുവാനുള്ളത് എന്ന ചോദ്യവും പ്രസക്തമാണ്. തോമസ് കെ തോമസ് ഉയർത്തുന്ന ആ ചോദ്യത്തിന് മറുപടി പറയേണ്ടതായുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും കെ ശശീന്ദ്രനുമെല്ലാം. തൻ്റെ അയോഗ്യത തീരുമാനിക്കേണ്ടത് സാധാരണ ജനങ്ങളാണ് എന്നും തൻ്റെ പ്രവർത്തനത്തിൽ ഒരു മന്ത്രിയാകുവാനുള്ള യോഗ്യത തനിക്കില്ല എന്ന് ജനങ്ങൾ പറഞ്ഞാൽ ആ സ്ഥാനത്ത് നിൽക്കുവാൻ താൻ ആഗ്രഹിക്കില്ല എന്നും പറയുന്ന തോമസ് കെ തോമസ് തൻ്റെ അഭിപ്രായങ്ങളും ആവശ്യങ്ങളും നിലപാടും വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ തോമസ് കെ തോമസിനെതിരായുള്ള ചില സാമ്പത്തിക ക്രമക്കേട് വ്യക്തമായ രീതിയിൽ ഉയർത്തിക്കാട്ടുന്നുണ്ട് കെ ശശീന്ദ്രൻ വിഭാഗം. എന്നാൽ തനിക്കെതിരായുള്ള സാമ്പത്തിക ക്രമക്കേട് കേസ് കുട്ടനാട് പ്രതീക്ഷിച്ചിരിക്കുന്ന ഏതോ ഒരു വിഭാഗം ഉണ്ടാക്കുന്ന കെട്ടിച്ചമച്ച കഥയാണ് എന്നാണ് അദ്ദേഹം അതിന് മറുപടിയായി നൽകുന്നത്. ഇനി അതല്ല, കെ ശശീന്ദ്രനെ മാറ്റിയാൽ വനം വകുപ്പിലെ അഴിമതിയും മരമുറിയിലെ തിരിമറിയുമെല്ലാം പുറത്തു വരുമോ എന്ന ഭയമാണോ ഉള്ളിലുള്ളത് എന്ന ചോദ്യവും ചിലയിടങ്ങളിൽ നിന്ന് ഉയരുന്നുണ്ട്. എന്തായാലും കെ ശശീന്ദ്രനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ NCP പിളരും. തോമസ് കെ തോമസിനെ മന്ത്രിയാക്കിയില്ല എങ്കിൽ NCP തകരും. തകരണോ പിളരണോ എന്ന് തീരുമാനിക്കേണ്ടത് NCP തന്നെയാണ്. കാരണം NCP ഒരു സ്വതന്ത്ര പാർട്ടിയാണ്.